ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 17ാമത്തെ വീഡിയോയിലൂടെ നമ്മൾ 81 മുതൽ 85 വരെയുള്ള ശ്ലോകങ്ങളാണ് മനസ്സിലാക്കുവാൻ പോകുന്നത്. 81 ശ്ലോകം. തേജോ വൃഷോദ്യുതിധര സർവശസ്ത്രഭൃതാംബര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നായകശൃംഗോ ഗദാഗ്രജ. ഇവിടെ 8 നാമങ്ങൾ കാണാനാകും. തേജോവൃഷ, ദ്യുതിധര, സർവശസ്ത്രഭൃതാംബര, പ്രഗ്രഹ, നിഗ്രഹ, വ്യഗ്ര, നായികശൃംഗ, ഗദാഗ്രജ എന്നിവയാണ് 8 നാമങ്ങൾ. തേജോവൃഷ, തേജസ്സിനെ അഥവാ പ്രകാശത്തെ വർഷിക്കുന്നവൻ എന്നിവിടെ വിശേഷിപ്പിക്കുന്നു. ദ്യുതിധര, ദ്യുതി എന്നാൽ പ്രകാശം, പ്രകാശത്തെ ധരിക്കുന്നവനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. സർവശസ്ത്രഭൃതാംബര, ശസ്ത്രഭൃത് എന്നാൽ ആയുധം ധരിക്കുന്നവൻ. വര എന്നതിന് ശ്രേഷ്ഠൻ എന്നർത്ഥം പറയുന്നു. അപ്പോൾ ആയുധധാരികളിൽ വച്ച് ശ്രേഷ്ഠനാണ് മഹാവിഷ്ണു എന്ന് കാണാം. പ്രഗ്രഹ, പ്രകർഷേണ ഗ്രഹിക്കുന്നവൻ, സ്വീകരിക്കുന്നവൻ എന്ന അർത്ഥം. ഭക്തരുടെ ആരാധനയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രഗ്രഹം എന്നതിന് കടിഞ്ഞാണെന്നും അർത്ഥമുണ്ട്. മനസ്സാകുന്ന കടിഞ്ഞാൺ കൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിക്കുന്നവനെന്നും അർത്ഥം പറയാം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നർത്ഥം. നിഗ്രഹ, പ്രഗ്രഹം കൊണ്ടുണ്ടാകുന്ന ഫലത്തെ നിഗ്രഹമെന്ന് പറയുന്നു. അതായത് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. വ്യഗ്ര, വ്യഗ്രനായവൻ, വ്യാപ്തനായവൻ എന്നർത്ഥം. ലോകമംഗളത്തിൽ സർവദാ വ്യഗ്രനായവൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൈകശൃംഗ, ന ഏക ശൃംഗ. ശൃംഗമെന്നാൽ കൊമ്പ് എന്ന് അർത്ഥമെടുക്കുന്നു. ഒന്നിലധികം കൊമ്പുകളോട് കൂടിയവനെന്ന് വിശേഷണം. വേദങ്ങളിൽ അഗ്നിരൂപത്തിൽ പ്രകടമായ രുദ്രമഹാദേവന് 4 കൊമ്പുകളും 3 പാദങ്ങളും 7 കൈകളും ഉള്ളതായി പറയപ്പെടുന്നു. ശിവനും വിഷ്ണുവും ഒന്നു തന്നെയാണല്ലോ. ഗദാഗ്രജ, ഗദൻ ശ്രീകൃഷ്ണൻ്റെ അനുജനാണ് എന്ന് പറയപ്പെടുന്നു. വസുദേവ പുത്രനായ ഗദൻ്റെ ജ്യേഷ്ഠനാണ് ശ്രീകൃഷ്ണൻ എന്നതിനാൽ ഗദാഗ്രജ എന്ന് പറയുന്നു. 82 ശ്ലോകം. ചതുർമൂർത്തിശ്ചതുർബാഹുശ്ചതുർവ്യൂഹശ്ചതുർഗതി ചതുരാത്മാ ചതുർഭാവശ്ചതുർവേദവിദേകപാത്. ചതുർമൂർത്തി, ചതുർബാഹു, ചതുർവ്യൂഹ, ചതുർഗതി, ചതുരാത്മാ, ചതുർഭാവ, ചതുർവേദവിദ്, ഏകപാത് എന്നീ 8 നാമങ്ങളാണ് ഇവിടെ വരുന്നത്. ചതുർമൂർത്തി, 4 മൂർത്തരൂപമുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. വിരാട്, സൂത്രാത്മാവ്, അവ്യാകൃതൻ, തുരീയൻ എന്ന 4 മൂർത്തി സ്വരൂപങ്ങളാണ് ഭഗവാൻ വിഷ്ണുവിന്. ഇതുകൂടാതെ കൃതയുഗത്തിൽ വെളുത്തതും, ത്രേതായുഗത്തിൽ ചുവന്നതും, ദ്വാപരയുഗത്തിൽ മഞ്ഞയും, കലിയുഗത്തിൽ കറുപ്പും നിറത്തിൽ ഭഗവാൻ രൂപമെടുക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടും ചതുർമൂർത്തി എന്ന് പറയുന്നു. ചതുർബാഹു, 4 കൈകളോട് കൂടിയവനാണ് വിഷ്ണു. ശംഖ, ചക്ര, ഗദാ, പത്മധാരിയാണ് ഭഗവാൻ വിഷ്ണു. ചതുർവ്യൂഹ, 4 വ്യൂഹങ്ങളോട് കൂടിയവനാണ് മഹാവിഷ്ണു എന്ന് നാം കണ്ടിട്ടുള്ളതാണ്. ഐത്തരേയ ആരണ്യകത്തിൽ ശരീരപുരുഷൻ, വേദപുരുഷൻ, ഛന്ദപുരുഷൻ, മഹാപുരുഷൻ എന്നീ 4 പുരുഷന്മാരെ ഭഗവാന്റെ വ്യൂഹങ്ങൾ അല്ലെങ്കിൽ രചന ആയി പറഞ്ഞിരിക്കുന്നു. വൈഷ്ണവ മതപ്രകാരം വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നീ 4 വ്യൂഹങ്ങൾ നമ്മൾ കണ്ടതാണ്. ചതുർഗതി, ആശ്രമങ്ങൾ 4 ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിവ. വർണ്ണങ്ങൾ 4 ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിവ. ഇവയ്ക്കെല്ലാം ഗതിയായവൻ, ആശ്രയമായവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ചതുരാത്മാ, ആത്മാക്കൾ 4 അന്ധകരണം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിവ. ഇവ 4 ഉള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ചതുരനായ, ചാതുര്യമുള്ള ആത്മാവോടുകൂടിയവനെന്നും വിശേഷിപ്പിക്കുന്നു. ചതുർഭാവ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾക്കും 4 വർണ്ണാശ്രമങ്ങൾക്കും ഉത്ഭവസ്ഥാനമായവനാണ് വിഷ്ണു എന്ന് പറയുന്നു ഇവിടെ. ചതുർവേദവിദ്, ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങൾക്കും പൊരുളായവൻ, അവയെ ശരിയായി അറിയുന്നവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഏകപാദ്, ഏകപാദത്തോടു കൂടിയവൻ. പാദം എന്നതിന് ഭാഗം, അംഗം എന്നൊക്കെ അർത്ഥം പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു അംശം കൊണ്ട് ജഗത്താകെ നിറഞ്ഞു നിൽക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയാം.
83 ശ്ലോകം. സമാവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുരതിക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ. ഇവിടെ സമാവർത്ത, അനുവൃത്താത്മാ, ദുർജയ, ദുരതിക്രമ, ദുർലഭ, ദുർഗമ, ദുർഗ, ദുരാവാസ, ദുരാരിഹ എന്നീ 9 നാമങ്ങളാണ്. സമാവർത്ത, ആവർത്തനം എന്നതുകൊണ്ട് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ചെയ്യുക എന്നതാണല്ലോ. സംസാരചക്രത്തെ ക്രമം തെറ്റാതെ കാലാകാലവും തിരിച്ചുകൊണ്ടിരിക്കുക എന്നത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നു. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അനിവൃത്താത്മാ, ഒരിടത്തു നിന്നും പിൻവാങ്ങാത്ത, സർവ്വസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് ആണ് മഹാവിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി നിവൃത്താത്മാ എന്നാണ് എടുക്കുന്നതെങ്കിൽ വിഷയങ്ങളിൽ നിന്ന് നിവൃത്തമായ മനസ്സോടുകൂടിയവനെന്നും വിശേഷിപ്പിക്കാം. ദുർജയ, ആരാലും ജയിക്കപ്പെടാത്തവൻ അല്ലെങ്കിൽ തോൽപ്പിക്കുവാൻ ആവാത്തവനെന്ന് പറയുന്നു. ദുരതിക്രമ, അതിക്രമങ്ങൾക്ക് വഴങ്ങാത്തവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ദുർലഭ, വളരെ ക്ലേശിച്ചു മാത്രം ലഭിക്കുവാൻ കഴിയുന്നവനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. ഈശ്വര സാക്ഷാത്കാരം അത്ര എളുപ്പമല്ല എന്നാണ് ഇതിനർത്ഥം. ദുർഗമ, അത്രയ്ക്ക് എളുപ്പം സായുജ്യം ലഭിക്കുവാനാകാത്തവൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുർഗ, വളരെ ക്ലേശിച്ചു മാത്രം പ്രാപ്യനാകുന്നവനെന്ന് ഇവിടെ അർത്ഥം പറയുന്നു. ദുരാവാസ, അവ്യഭിചാരിണിയായ ഭക്തിയോടുകൂടി സമീപിക്കുന്നവരുടെ ഹൃദയത്തിൽ താമസിക്കുന്നവൻ എന്നർത്ഥം. ദൈവത്തോടുള്ള നിഷ്കാമമായ ഉത്കൃഷ്ടമായ ഭക്തിയെയാണ് അവ്യഭിചാരിണിയായ ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുരാരിഹ, ദുരാത്മാവായ ശത്രുവാണ് ദുരാരി. അങ്ങനെയുള്ളവരെ ഹനിക്കുന്നവൻ എന്ന് അർത്ഥം പറയുന്നു. 84 ശ്ലോകം. ശുഭാംഗോ ലോകസാരംഗ സുതന്തുസ്തന്തുവർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ. 8 നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ. ശുഭാംഗ, ലോകസാരംഗ, സുതന്തു, തന്തുവർദ്ധന, ഇന്ദ്രകർമ്മ, മഹാകർമ്മ, കൃതകർമ്മ, കൃതാഗമ എന്നിവയാണ് 8 നാമങ്ങൾ. ശുഭാംഗ, ശോഭനമായ അംഗങ്ങളെക്കൊണ്ട് ധ്യാനിക്കപ്പെടേണ്ടവൻ, ശോഭനമായ അംഗങ്ങളോട് കൂടിയവൻ എന്നൊക്കെയാണ് ഈ നാമത്തിലെ വിശേഷണം. ലോകസാരംഗ, ലോകസാരം എന്നാൽ പ്രണവമെന്ന് പറയുന്നു. അതുവഴി അറിയപ്പെടേണ്ടവൻ ആണ് വിഷ്ണു എന്ന് കാണിക്കുന്നു. ലോകത്തിൻ്റെ സാരത്തിൽ ഗമിച്ചവനെന്നും അർത്ഥം പറയുന്നു. സുതന്തു, തന്തു എന്നതിന് 8 കാലി വല, സന്തതി, പരമാത്മാവ് എന്നൊക്കെ അർത്ഥം കാണുന്നു. 8 കാലി വലയുണ്ടാക്കി അതിനുള്ളിൽ വാഴുന്നത് പോലെ മഹാവിഷ്ണു തനിക്കുള്ളിൽ നിന്ന് തന്നെ സൃഷ്ടിജാലം നിർമ്മിച്ച് അതിൽ നല്ല പോലെ വാഴുന്നു എന്ന് പറയുന്നു. സന്തതി എന്നതിന് പരമ്പര എന്ന് പറയാം. സകല ജഗത്തിനെയും തൻ്റെ പരമ്പരയാക്കിയവൻ എന്ന് വിശേഷിപ്പിക്കാം. പരമാത്മാവാണ്, അതുകൊണ്ടും സുതന്തു എന്ന് പറയുന്നു. തന്തുവർദ്ധന, ഇപ്പോൾ കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞ തന്തുവിനെ വളർത്തുന്നവൻ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ദ്രകർമ്മ, ഇന്ദ്രം എന്നതുകൊണ്ട് ഐശ്വര്യപ്രദം എന്നാണ് പറയുന്നത്. ഐശ്വര്യപ്രദമായ കർമ്മങ്ങൾ ചെയ്യുന്നവനെന്ന് അർത്ഥം. മഹാകർമ്മ, പ്രപഞ്ച സൃഷ്ടി പോലുള്ള മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്നവനെന്ന് അർത്ഥം പറയുന്നു. കൃതകർമ്മ, കർമ്മങ്ങളെല്ലാം ചെയ്ത് തീർത്തവൻ, ഇനി കർമ്മങ്ങളൊന്നും ചെയ്യുവാൻ ബാക്കിയില്ലാത്തവൻ, കൃതാർത്ഥൻ എന്നൊക്കെ ഇതുകൊണ്ട് വിശേഷിപ്പിക്കുന്നു. കൃതാഗമ, ആഗമമെന്നാൽ വേദം, വേദങ്ങളെ രചിച്ചവൻ, വേദകൃത് എന്ന് പറയുന്നു. 85 ശ്ലോകം. ഉദ്ഭവ സുന്ദര സുന്ദോ രത്നനാഭ സുലോചന അർക്കോ വാജസന ശൃംഗി ജയന്ത സർവവിജയി. 10 നാമങ്ങളാണിവിടെ. ഉദ്ഭവ, സുന്ദര, സുന്ദ, രത്നനാഭ, സുലോചന, അർക്ക, വാജസന, ശൃംഗി, ജയന്ത, സർവവിജയി എന്നിങ്ങനെ 10 നാമങ്ങൾ. ഉദ്ഭവ, ഉത്കൃഷ്ടമായ ഭവം, ജന്മം, സ്വന്തം ഇച്ഛയനുസരിച്ച് ധരിക്കുന്നവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. സകല ജഗത്തിൻ്റെയും ഉത്ഭവസ്ഥാനമായവനെന്നും പറയാം. സുന്ദര, സുന്ദരപുരുഷൻ എന്ന് വിശേഷണം. സുന്ദ, ഉന്ത എന്നതിന് മനസ്സലിവുള്ളവൻ, ദയാർദ്രൻ എന്നൊക്കെ അർത്ഥം പറയാം. നല്ല ഒരു ദയാർദ്രനാണ് വിഷ്ണു എന്ന് പറയാം. രത്നനാഭ, രത്നത്തിൻ്റെ പോലെ ശോഭയോടുകൂടിയ മനോഹരമായ നാഭിയോടുകൂടിയവൻ.
സുലോചന. ലോചനമെന്നാൽ കണ്ണ്. നല്ല കണ്ണുകളോട് കൂടിയവനെന്നാണ് വിശേഷണം. അർക്ക. സൂര്യനെ അർക്കൻ എന്ന് പറയുന്നു. സൂര്യനും ചന്ദ്രനും എല്ലാം ഭഗവാൻ വിഷ്ണു തന്നെ എന്നാകുമ്പോൾ അർക്ക എന്നാൽ വിഷ്ണു തന്നെ. വാജസന. വാജമെന്നാൽ അന്നം. സനോതി എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അപ്പോൾ ഈ നാമം വിഷ്ണുവിനെ അന്നദാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ശൃംഗി. കൊമ്പുകളോട് കൂടിയവരെന്ന് പറയുന്നു. ഇത് മത്സ്യാവതാരത്തെ സൂചിപ്പിക്കുന്നു. ജയന്ത. വിജയം ശീലമായിട്ടുള്ളവനാണ് വിഷ്ണു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവവിജ്ജയി. സർവവിദ്, ജയി എന്നീ 2 പദങ്ങളാണിവിടെ. എല്ലാം അറിയുന്നവനും സദാ ജയിക്കുന്നവനുമായ വിഷ്ണുവിൻ്റെ 2 ഗുണങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതോടെ നമ്മൾ 799 നാമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. തേജോ വൃഷോദ്യുതിധര സർവശസ്ത്രഭൃതാംബര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ ചതുർമൂർത്തിശ്ചതുർബാഹുശ്ചതുർവ്യൂഹശ്ചതുർഗതി ചതുരാത്മാ ചതുർഭാവശ്ചതുർവേദവിദേകപാത് സമാവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുരതിക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ ശുഭാംഗോ ലോകസാരംഗ സുതന്തുസ്തന്തുവർധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ ഉദ്ഭവ സുന്ദര സുന്ദോ രത്നനാഭസുലോചന അർക്കോ വാജസന ശൃംഗി ജയന്ത സർവവിജ്ജയി. കൂടുതൽ നാമങ്ങൾ അടുത്ത വീഡിയോയിലൂടെ.